ഹരിതകർമ്മ സേനാംഗങ്ങൾ കായംകുളം നഗരസഭയിൽ ഏൽപ്പിച്ച കളഞ്ഞുകിട്ടിയ സ്വർണ്ണമോതിരം കാണാതായ സംഭവത്തിൽ കായംകുളം പോലീസ് കേസെടുത്തു. മുൻ നഗരസഭാ അധ്യക്ഷ പി ശശികലയെ പ്രധാന പ്രതിയാക്കിക്കൊണ്ടാണ് കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫൽ എസ് ചെമ്പകപ്പള്ളി കായംകുളം ഡിവൈഎസ്പിക്ക് നൽകിയ പരാതി പ്രകാരം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് കേസെടുത്തത്. ഹരിതകർമ്മസേന കളഞ്ഞു കിട്ടിയതിനെ തുടർന്ന് കായംകുളം നഗരസഭയിൽ ഏൽപ്പിച്ച സ്വർണ്ണമോതിരം കാണാതായ സംഭവത്തിൽ മുൻ നഗരസഭാ അധ്യക്ഷ പി ശശികലയെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫൽ എസ് ചെമ്പകപ്പള്ളി കായംകുളം ഡിവൈഎസ്പിക്ക് നൽകിയ പരാതി പ്രകാരം നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് മുൻ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ കേസെടുത്തത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി നഗരസഭയിലെ ജൂനിയർ ഹെൽത്ത് സൂപ്രണ്ടിനെയും ജനറൽ സൂപ്രണ്ടിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കേസിൽ നിർണായകമായ ഹരിതകർമ്മസേനാംഗം രാജികയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുൻ നഗരസഭാ അധ്യക്ഷയെ പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 316(2) പ്രകാരം 5 വർഷത്തോളം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. ഹരിതകർമ്മസേനാംഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനിടെ ഒരു മോതിരം ലഭിക്കുകയായിരുന്നു. അവർ ഇത് നഗരസഭയിൽ ഏൽപ്പിച്ചു. മോതിരത്തിന് 11 ഗ്രാമോളം തൂക്കമുണ്ടെന്നാണ് കരുതുന്നത്. പിന്നീട് ഈ മോതിരം കാണാതായി എന്നാണ് പരാതി. അതേസമയം ഉടമസ്ഥൻ എത്തുന്നതുവരെ നഗരസഭയുടെ സ്ട്രോങ് റൂമിൽ വെക്കുവാൻ സെക്രട്ടറിയുടെ അഭാവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു എന്നാണ് അന്നത്തെ നഗരസഭാ അധ്യക്ഷ പറയുന്നത്. CDNet ന്യൂസ്, കായംകുളം.